എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സൽ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഞ്ജു, യൂണിവേഴ്സൽ കോളേജിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപികയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നിവിടെ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ചാപ്റ്ററിലെ ഏതാനും ഭാഗങ്ങൾ ഒന്ന് നോക്കാം. ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് എന്താണ് സയൻസ്, സയൻസിന്റെ ഒറിജിൻ എങ്ങനെയാണ്, സയൻസിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്താണ് ഫിസിക്സ്, ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫിസിക്സിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഫിസിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ഫണ്ടമെന്റൽസ് ലോ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫിസിക്കൽ വേൾഡ് സയൻസ് ആയിട്ട് നമുക്ക് സയൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. സയൻസ് ഇസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് ആസ് പോസിബിൾ. നാച്ചുറൽ ഫിനോമിനയെ വളരെ ആഴത്തിലും വളരെ വിശദമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. നാച്ചുറൽ ഫിനോമിനയെ വളരെ ആഴത്തിലും വളരെ വിശദമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഈ സയൻസ് എന്ന വേർഡ് ഒറിജിൻ ചെയ്തത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ലാറ്റിൻ വേർഡായ സയൻഷ്യ എന്ന വാക്കിൽ നിന്നാണ് സയൻസ് എന്ന വേർഡ് ഒറിജിൻ ചെയ്തത്. അപ്പം നമുക്കിനി ഫിസിക്സ് എന്താണ്? ഫിസിക്സ് എന്നാൽ നേച്ചറിനെയും അതിന്റെ ലോകളെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. നേച്ചറിനെയും നേച്ചറിലുള്ള ലോകളെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. എല്ലാ ഫിസിക്കൽ തിയറിക്കും വ്യക്തമായ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും എക്സ്പെരിമെന്റൽ പ്രൂഫുമുണ്ട്. അതുതന്നെയാണ് ഫിസിക്സിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഫിസിക്കൽ തിയറികളും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ ഫിസിക്സിലെ എല്ലാ ലോകങ്ങൾക്കും വ്യക്തമായ മാത്തമാറ്റിക്കൽ പ്രൂഫുമുണ്ട്, എക്സ്പെരിമെന്റൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ഉണ്ട്, എക്സ്പെരിമെന്റൽ പ്രൂഫും ഉണ്ട്. അതുതന്നെയാണ് ഫിസിക്സിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനുണ്ട്. യൂണിഫിക്കേഷനും റിഡക്ഷനിസവും. എന്താണ് യൂണിഫിക്കേഷൻ, എന്താണ് റിഡക്ഷനിസം നമുക്ക് നോക്കാം. യൂണിഫിക്കേഷനും റിഡക്ഷനിസവും. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ് യൂണിഫിക്കേഷനും റിഡക്ഷനിസവും. എന്താണ് ഫിസിക്സിലെ യൂണിഫിക്കേഷനും റിഡക്ഷനിസവും നമുക്ക് നോക്കാം. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫിനോമിനയെ ഏതാനും കൺസെപ്റ്റിന്റെയും ലോയുടെയും ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഫിസിക്കൽ ഫിനോമിനയെ ഏതാനും കൺസെപ്റ്റ്സിന്റെയും ലോസിന്റെയും ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ യൂണിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി റിഡക്ഷനിസം എന്ന് വെച്ചാൽ വളരെ വലിയ കോംപ്ലക്സ് ഫിനോമിനകളെ നമ്മൾ സിംപിളറായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ റിഡക്ഷനിസം എന്ന് പറയുന്നത്. അപ്പൊ യൂണിഫിക്കേഷനും റിഡക്ഷനിസവും ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ്. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫിസിക്സിലെ ഫിസിക്കൽ ഫിനോമിനകളെ ഏതാനും ചില കൺസെപ്റ്റിന്റെയും ലോസിന്റെയും ബേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷനിസം എന്ന് വെച്ചാൽ വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനകളെ നമ്മൾ സിംപിളറായിട്ട് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട് ഫിസിക്സിൽ. അതിനെയാണ് റിഡക്ഷനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിസിക്സിനെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഫിസിക്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. ഫിസിക്സിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സിൽ ഒരു വസ്തുവിനെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു വസ്തുവിനെ നമ്മൾ എടുക്കുന്നു. ആ വസ്തുവിനെ മൊത്തത്തിൽ എങ്ങനെയാണോ കാണുന്നത് അതിനെ മാക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് ക്ലാസിക്കൽ ഫിസിക്സിൽ ഉള്ളത്.
മോഡേൺ ഫിസിക്സിൽ നമ്മൾ ആ വസ്തുവിന്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നു. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നു. അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് മോഡേൺ ഫിസിക്സിലുള്ളത്. അപ്പൊ ഫിസിക്സിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. ക്ലാസിക്കൽ ഫിസിക്സിലെ ഒരു വസ്തുവിനെ മാക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിക്കാണുന്നതിനെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിക്കാണുന്നതിനെയാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് കാറ്റഗറിയിലുള്ള ഏതാനും ചില ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, അങ്ങനെ ധാരാളം ബ്രാഞ്ചുകളുണ്ട്. ക്ലാസിക്കൽ ഫിസിക്സിൽ തന്നെ മെക്കാനിക്സ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഉണ്ട്. ഫിസിക്സിലുള്ള ബ്രാഞ്ചുകളാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്, ഒപ്റ്റിക്സ് എന്ന് പറയുന്നൊരു ബ്രാഞ്ച് ഉണ്ട്, ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്. ഈ 3 ബ്രാഞ്ചുകൾ മാത്രമല്ല ധാരാളം ബ്രാഞ്ചുകൾ നമുക്കുണ്ട്. നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1, 2, 3 എക്സാമ്പിളുകൾ എഴുതിയാൽ മതിയാവും. ഇനി മോഡേൺ ഫിസിക്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, മോഡേൺ ഫിസിക്സിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നോക്കി കാണുന്നതിനെയാണ് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആറ്റംസ്, മോളിക്കുലാർസ്, ന്യൂക്ലിയസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആറ്റോമിക് ഫിസിക്സ്, മോളിക്കുലാർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അതൊക്കെ ഈ മോഡേൺ ഫിസിക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അറ്റോമിക് ലെവല്, മോളിക്കുലാർ ലെവല്, ന്യൂക്ലിയർ ലെവല്, അതൊക്കെ ഈ മോഡേൺ ഫിസിക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഇത്ര നേരം കൂടെ പറഞ്ഞു സയൻസ് എന്താണ്. സയൻസിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തായിരുന്നു. പിന്നെ പറഞ്ഞത് ഫിസിക്സ് എന്താണ്. ഫിസിക്സ് നമ്മൾ നേച്ചറിനെയും നേച്ചറിന്റെ ലോകളെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഫിസിക്സ് എന്ന് പറഞ്ഞു. പിന്നെ ഫിസിക്സിന്റെ 2 ടേംസ്, യൂണിഫിക്കേഷൻ എന്താണ്, റിഡക്ഷനിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് ഫിസിക്സിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്ന 2 രീതിയിലാണ്. ആ 2 രീതി ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ക്ലാസിക്കൽ ഫിസിക്സും മോഡേൺ ഫിസിക്സും. ആ ക്ലാസിക്കൽ ഫിസിക്സ് എന്താണെന്ന് പറഞ്ഞു, മോഡേൺ ഫിസിക്സ് എന്താണെന്ന് പറഞ്ഞു. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് നോക്കാം. ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് 4 തരത്തിലുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ റിലേറ്റീവ് സ്ട്രെങ്തും റേഞ്ചും എങ്ങനെയാണ്, എത്രയാണ് റിലേറ്റീവ് സ്ട്രെങ്ത്, ഓരോ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എത്രയാണ്, റേഞ്ച് എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ പറഞ്ഞത് 4 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ടെന്നാണ്. ആ ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവയാണ് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ റിലേറ്റീവ് സ്ട്രെങ്തും റേഞ്ചും എത്രയൊക്കെയാണെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 1 ആണ്. അതിന്റെ റേഞ്ച് ഇൻഫിനിറ്റി ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 1 ഉം റേഞ്ച് ഇൻഫിനിറ്റിയും ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻32 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻16 ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻36 എന്ന് പറയുന്ന രീതിയിലാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. കണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പോലെ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെയും റേഞ്ച്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻38 എന്ന് പറഞ്ഞൊരു പവറിലാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻−50 എന്ന് പറഞ്ഞൊരു പവറിലാണ്. അപ്പൊ നമുക്ക് നോക്കാം, മൊത്തത്തിൽ ഇതോടെ നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെയും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെയും റേഞ്ച് ഇൻഫിനിറ്റി ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും, ന്യൂക്ലിയർ ഫോഴ്സ് 2, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും റേഞ്ച് 10⁻16 10⁻15 ആണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിനെ പഠിക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ഇൻഫിനിറ്റി ആണ്. ഇടയ്ക്ക് നിൽക്കുന്ന രണ്ടെണ്ണം 10⁻16 10⁻−15 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഇവിടെ നോക്കി, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി 3 എണ്ണത്തിന്റെയും 32, 36, 38 എന്ന് പറയുന്ന ആ ഒരു പീരീഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് വേഗം ഇതിനെ പഠിക്കാൻ പറ്റും. അപ്പൊ റിലേറ്റീവ് സ്ട്രെങ്ത്, റേഞ്ച്, ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എത്രയൊക്കെയാണ്, റേഞ്ച് എത്രയൊക്കെയാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് നോക്കാം.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഉള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാസ് ഉള്ള ഏത് വസ്തുക്കൾക്കിടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് അന്നേരം നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന്. നമ്മുടെ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്ക് അതൊന്ന് നോക്കാം. രണ്ട് ഒബ്ജക്റ്റ്, അതിന്റെ മാസ് m1ഉം m2ഉം ആണെന്നിരിക്കട്ടെ. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് r² ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇപ്രകാരമാണ്: F = G m1 m2 ഡിവൈഡഡ് ബൈ r². ഇതാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്ന ഇക്വേഷൻ. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ. F = G m1 m2 ഡിവൈഡഡ് ബൈ r². ഇവിടെ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പം ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ ഇതാണ്. F = G m1 m2 ഡിവൈഡഡ് ബൈ r². അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ വേറെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് പറയാം. ഇത് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ഫോഴ്സ് നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാത്രമല്ല ഇത് ലോങ് റേഞ്ച് ഓർഡർ ആണ്. ഇതിന്റെ ഓർഡർ ലോങ് റേഞ്ച് ആണ്. നമ്മൾ മുമ്പേ അതിന്റെ റേഞ്ച് പറഞ്ഞായിരുന്നു ഇൻഫിനിറ്റി ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഞ്ച്. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അത്രയും പ്രത്യേകത നമ്മൾ പറഞ്ഞാൽ മതി. വീക്കസ്റ്റ് ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. പിന്നെ നമുക്ക് ഒരു പോയിന്റോടെ വേണേൽ പറയാം, അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഇത് എപ്പോഴും അട്രാക്റ്റീവ് നേച്ചർ ആണ്. അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ഇത്രയും മതി നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുമ്പോൾ മാസ് ഉള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കൂടെ ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ F = G m1 m2 ഡിവൈഡഡ് ബൈ r² എന്നായിരുന്നു. പിന്നീട് പറയാനുള്ളത് ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ്. നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഓർഡർ ആണ്, അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതാനും ചില ന്യൂക്ലിയർ പ്രോസസ്സിലാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാനും ചില ന്യൂക്ലിയർ പ്രോസസ്സിൽ മാത്രം. അതിനൊരു എക്സാമ്പിൾ ആണ് ബീറ്റാ ഡീക്കേ. ഈ ഒരു ന്യൂക്ലിയർ പ്രോസസ് ആണ് ബീറ്റാ ഡീക്കേ എന്ന് പറഞ്ഞാൽ. ഈ ബീറ്റാ ഡീക്കേ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കാണാൻ സാധിക്കും. ഈ ബീറ്റാ ഡീക്കേ പ്രോസസ്സിൽ രണ്ട് കാര്യങ്ങളെ അവ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു ഇലക്ട്രോൺ, മറ്റൊന്ന് ഒരു അൺചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പൊ ബീറ്റാ ഡീക്കേ എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്രോസസ്സിൽ രണ്ട് കാര്യങ്ങളെ അവ എമിറ്റ് ചെയ്യുന്നു. ഒന്ന് ഇലക്ട്രോൺ, മറ്റൊന്ന് ഒരു അൺചാർജ്ഡ് പാർട്ടിക്കിൾ. നമുക്ക് ഈ അൺചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു പേര് പറയാം, ആന്റി ന്യൂട്രിനോ. അപ്പൊ ബീറ്റാ ഡീക്കേ പ്രോസസ്സിൽ എമിറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ഇലക്ട്രോൺ, ഒരു അൺചാർജ്ഡ് പാർട്ടിക്കിൾ. ആ അൺചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പേര് ആന്റി ന്യൂട്രിനോ എന്നാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിലെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അട്രാക്റ്റീവ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് അത്രയും പറഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത ഫോഴ്സ് ആയ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പേര് പോലെ തന്നെ ഇലക്ട്രിക് ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫോഴ്സിനെയും ടുഗദർ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് ഒരുമിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയിലാണ് ഈ ഫോഴ്സ് ഉണ്ടാകുന്നത്. ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയിൽ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്.
ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന് ഇടയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കൂളോംസ് ലോ ഇങ്ങോട്ട് കൊണ്ടുവരാം. കൂളോംസ് ലോ, ചാർജ് ഉള്ള വസ്തുക്കൾ റെസ്റ്റിലാണെന്ന് ഇരിക്കട്ടെ. രണ്ട് ചാർജ് ഉള്ള വസ്തുക്കൾ അവ റെസ്റ്റിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. ആ രണ്ട് ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എത്രയാണെന്ന് കൂളോം നമുക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. കൂളോംസ് ലോ പ്രകാരം ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഇപ്രകാരമാണ്. F is equal to K Q1 Q2 divided by R square. നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന്. ഇവിടുത്തെ രണ്ട് ചാർജ് ഉള്ള വസ്തുക്കൾ Q1 ഉം Q2 ഉമാണ്. ഈ Q1ന്റെയും Q2ന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് R സ്ക്വയറുമാണ്. അങ്ങനെയെങ്കിൽ ആ രണ്ട് വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണിത്. F is equal to K Q1 Q2 divided by R square. ഇവിടെ K എന്ന് പറഞ്ഞാൽ കൂളോം കോൺസ്റ്റന്റ് ആണ്. കൂളോം ലോയുടെ കൂളോം കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. അപ്പം അത്രയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാളും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാളും കൂടുതലുണ്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലാസ്റ്റ് വൺ ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്തുവാണെന്ന് നോക്കാം. ഓക്കെ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഒരു കാര്യം പറയാം. നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇടയിലാണ്. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പിന്നെ ഇതിന് പറയാനുള്ള പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, ഇത് മാസ് ഇൻഡിപെൻഡന്റും ചാർജ് ഇൻഡിപെൻഡന്റുമാണ്. മാസ് ഇൻഡിപെൻഡന്റും ചാർജ് ഇൻഡിപെൻഡന്റും ആണ്. ചാർജ് ഇൻഡിപെൻഡന്റും ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ പറഞ്ഞു നേച്ചറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഇത് മാസ് ഇൻഡിപെൻഡന്റ് ആണ്, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇടയിലാണ്. ഒരു ന്യൂക്ലിയസിനകത്തെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇടയിലുള്ള ഫോഴ്സ് എത്രമാത്രമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവ നമുക്ക് അതിനെ ന്യൂക്ലിയസിനുള്ളിൽ ബൈൻഡ് ചെയ്ത് നിർത്തണമെങ്കിൽ അത്രമാത്രം ഫോഴ്സ് അതിനകത്ത് ഉണ്ടാവണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്തൊക്കെയായിരുന്നു എന്ന് ഒന്നുകൂടെ ഓടിച്ചിട്ട് പറയാം. ഫണ്ടമെന്റൽ ഫോഴ്സസ് പ്രധാനമായിട്ടും 4 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നീട് പറഞ്ഞത് എന്തായിരുന്നു? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നീട് പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. പിന്നീട് അതിന്റെ റേഞ്ച് ഏറ്റവും കൂടുതലുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. ലോങ് റേഞ്ച് ഓർഡറിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കുള്ളത്. അപ്പം ഇത്രയൊക്കെ പറയുക, ഇത്രയൊക്കെ എഴുതുക എക്സാമിന് ഇത് ചോദിക്കുമ്പോൾ. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന പ്രധാനപ്പെട്ട വീഡിയോസ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. താങ്ക്